നമസ്കാരം, മനീഷ് വോയിസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് IFSC കോഡിനെ കുറിച്ചാണ്. എന്താണ് IFSC കോഡ്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSC കോഡ് ഉപയോഗിക്കുന്നത് ബാങ്കുകളുടെ ഓൺലൈൻ ട്രാൻസാക്ഷനുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസാക്ഷനുകളുടെ കൃത്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒരു ആളുടെ അക്കൗണ്ടിൽ നിന്നും വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിനായിട്ട് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ അക്കൗണ്ട് നമ്പർ മാത്രം പോരാ, കൂടാതെ IFSC കോഡും വേണം. നമ്മളിപ്പോൾ ഒരു ബാങ്കിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ബാങ്കിൽ മറ്റേ ആളുടെ അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ട് നമ്പർ മാത്രം കൊടുത്താൽ പോരാ. ഏത് ബാങ്കിലാണോ ആ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ട് ഹോൾഡറുടെ IFSC കോഡും കൂടി നൽകേണ്ടതുണ്ട്. IFSC കോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു 11 അക്ക ആൽഫ ന്യൂമറിക് കോഡാണ്. ഇതിൻ്റെ 11 അക്കമാണ് IFSC കോഡിനുള്ളത്. ഇതിൻ്റെ ആദ്യത്തെ 4 അക്കം ആൽഫാബറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏതൊരു ബാങ്കാണോ, SBI ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും IDB ബാങ്ക് ആണെങ്കിലും ഇന്ത്യൻ ബാങ്ക് ആണെങ്കിലും ഏത് ബാങ്ക് ആയിക്കൊള്ളട്ടെ, ആ ബാങ്കുകളുടെ അക്ഷരമാണ് ആദ്യത്തെ 4 അക്കം. ഉദാഹരണമായിട്ട് SBIയുടെ ആണെങ്കിൽ SBIN എന്നായിരിക്കും തുടങ്ങുന്നത്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റേതാണെങ്കിൽ FDRL എന്നായിരിക്കും അതിൻ്റെ IFSC കോഡിൻ്റെ സ്റ്റാർട്ടിങ്. ICICI ആണെങ്കിൽ ICIC എന്നായിരിക്കാം. അങ്ങനെ ഓരോ ബാങ്കുകൾക്കും അവരുടേതായ പേരിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളായിരിക്കും ആദ്യത്തെ 4 ലെറ്റർ. 5ാമത്തെ ലെറ്റർ സൂചിപ്പിക്കുന്നത് എപ്പോഴും അത് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഇതൊരു നമ്പർ 0 എന്നുള്ള അക്കമായിരിക്കും 5ാമത്തെ നമ്പർ. ഇതിന് പ്രത്യേക പർപ്പസ് ഒന്നുമില്ല. ഈ ഭാവിയിൽ IFSC കോഡിൻ്റെ ഒക്കെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് എങ്കിൽ അതിനു വേണ്ടി ഫ്യൂച്ചറായ ഒരു കരുതലായിട്ട് 0 ആയി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു IFSC കോഡിൽ 11 അക്കമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ 5 അക്കത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 6 അക്കം അതിന് ആൽഫ ന്യൂമറിക് ആയിരിക്കാം. ഒന്നുകിൽ അത് അക്കങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അത് അക്ഷരങ്ങളുമായിരിക്കാം. ഇത് മിക്സ് ചെയ്തും വരാം. അപ്പം അങ്ങനെയാണ് അത് വരുന്നത്. അത് ബ്രാഞ്ചുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ബാങ്കിൻ്റെയാണോ അതിൻ്റെ ഓരോത്തിൻ്റെയും ബ്രാഞ്ചുകളെയാണ് അവസാനത്തെ 6 അക്കം സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 4 അക്കം ആൽഫാബറ്റ്സ് ആണ്. 5ാമത്തെ അക്കം 0 ആണ്. അടുത്ത 6 അക്കങ്ങൾ അക്കങ്ങളായിട്ടോ അക്ഷരങ്ങളായിട്ടോ അതുമല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കടന്നു വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ IFSC കോഡ് എവിടെ നിന്ന് ലഭിക്കും? നമുക്ക് IFSC കോഡ് നമുക്ക് ചെക്ക് ബുക്കിൽ നിന്നും ലഭിക്കും. ചെക്ക് ലീഫിൻ്റെ ബോട്ടത്തിൽ അല്ലെങ്കിൽ ടോപ്പ് ഭാഗത്ത് എപ്പോഴും IFSC കോഡ് എല്ലാ ബാങ്കിൻ്റെയും എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ചെക്ക് ലീഫ് പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. അതുമല്ലെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പാസ്ബുക്കിൽ നിന്നും നമ്മുടെ അക്കൗണ്ടുള്ള പാസ്ബുക്കിൻ്റെ അടിയിലായിട്ട് അക്കൗണ്ട് നമ്പറിൻ്റെ അടിയിലായിട്ട് IFSC കോഡ് രേഖപ്പെടുത്തിയിരിക്കും. അതുമല്ല എങ്കിൽ നമുക്ക് റിസർവ് ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് ലഭിക്കും. അതുമല്ല എങ്കിൽ നമുക്ക് ഓരോ ബാങ്കിൻ്റെയും സൈറ്റുകളിൽ നിന്നും കയറിയാലും നമുക്ക് ഈ IFSC കോഡ് ലഭിക്കുന്നതായിരിക്കും. www.ifscbank.com എന്ന വെബ്സൈറ്റിലൂടെയും നമുക്ക് ഈ IFSC കോഡ് ലഭിക്കുന്നതായിരിക്കും. വളരെ ഈ ഒരു ഇലക്ട്രോണിക് യുഗത്തിൽ IMPS ആയിട്ട് ഫണ്ട് അയക്കാനും RTGS ആയിട്ട് ഫണ്ട് അയക്കാനും ഒക്കെ ഈ ഒരു IFSC കോഡ് വളരെ അത്യാവശ്യമാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ IFSC കോഡ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി.